ഇവിടെ കൃഷ്ണകലാലയ ബൊമ്മക്കുലി ഫെസ്റ്റ് 2025 ഡേ 3 ആണ്. സോ ഈ ഡേ 3 എന്ന് പറയുന്നത് ക്ലാസിക്കൽ മ്യൂസിക് ആണ് നടക്കുന്നത്. ഈ ക്ലാസിക്കൽ മ്യൂസിക്കിനെ നമ്മളൊരു 3 പാർട്സ് ആയി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 കാറ്റഗറി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കാറ്റഗറി ബേസ്ഡ് എന്ന് പറയുന്നത് ശ്രുതി, സ്വര, രാഗ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഓരോ സ്റ്റുഡൻസും ശ്രുതിയിൽ നിന്ന് സ്വരയിലേക്ക്, സ്വരയിൽ നിന്ന് രാഗയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഓരോ പെർഫോമൻസും ഓരോ ലെവൽ കഴിയുമ്പോഴും അവർ നല്ല രീതിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. സോ നമുക്ക് അവരുടെ പരിപാടി എങ്ങനെയാണ് അവർ പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റേജിൽ നമുക്കത് കണ്ടറിയാം. ഗുഡ് ഈവനിങ് മാം. ഹായ്, ഗുഡ് ഈവനിങ്. മാമിൻ്റെ നെയിം? എൻ്റെ പേര് വിദ്യ പ്രവീൺ. ഓക്കെ, മാമിൻ്റെ ആരെയിലൂടെ പഠിക്കുന്നുണ്ടോ? എൻ്റെ മോളെ കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഇവിടെ പഠിക്കുന്നുണ്ട്. ഡിപ്ലോമ ചെയ്യുന്നുണ്ട് ഭരതനാട്യത്തിൽ, അതുപോലെ തന്നെ കർണാടക സംഗീതം പഠിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ മോള് ഒരു 4 years ആയിട്ട് പഠിക്കുന്നുണ്ട്. മാമിൻ്റെ അടുത്ത് എത്തിയിട്ട് 2 വർഷമായി. അതിനുശേഷം വളരെയധികം വ്യത്യാസമുണ്ട്. അവളും കുറച്ചുകൂടി കംഫർട്ടബിളാണ്. മ്യൂസിക്കിലാണെങ്കിലും ഡാൻസിലാണെങ്കിലും. ലാസ്റ്റ് ഇയർ വന്ന് നമ്മുടെ ഗുരുവായൂരിൽ ചില അംഗപൂജ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണെങ്കിലും വളരെ പ്രൗഡ്ഫുൾ മൂമെൻ്റ് ആയിരുന്നു എനിക്ക്. രമ്യ മാമിൻ്റെ കോർപ്പറേഷൻ അല്ലെങ്കിൽ മാമിൻ്റെ ഡെഡിക്കേഷൻ കൊണ്ട് തന്നെയാണ് നമ്മളിവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ബൊമ്മക്കുലി ഫെസ്റ്റിന് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 തവണയായി BGM ഫെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2ലും ഡാൻസും മ്യൂസിക്കും ചെയ്തിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞ ബൊമ്മക്കുലി ഫെസ്റ്റും ഇപ്പോഴത്തെ ബൊമ്മക്കുലി ഫെസ്റ്റ് വന്ന 3 days എന്ത് പറയാൻ തോന്നുന്നു? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. ഇപ്പോൾ പുതിയ കുട്ടികളാണ് വരുന്നതെങ്കിൽ കൂടി അവർക്ക് കൂടി പഠിക്കണം, അല്ലെങ്കിൽ ഈവൻ എനിക്ക് പോലും ജോയിൻ ചെയ്യണം എന്നൊരു ഇൻട്രസ്റ്റ് വരുന്ന രീതിയിൽ മാം അതെല്ലാം അറേഞ്ച് ബാൻഡിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. ഇനിയുള്ള എല്ലാ ഡേയ്സിലും വരാൻ ഇൻവൈറ്റ് ചെയ്യും. തീർച്ചയായിട്ടും. അവൾ തന്നെ ഇതുപോലെ തന്നെ നല്ല രീതിയിൽ എല്ലാ ദിവസവും എൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. Okay. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. സാറിൻ്റെ നെയിം എന്നാ? സ്റ്റൈലിഷ്. ഓക്കെ, സാറിൻ്റെ മോൾ ഇവിടെ പഠിക്കുന്നുണ്ടോ? അതെ. പഠിക്കുന്നില്ല. എന്താ പഠിക്കുന്നത്? ഡാൻസ് ആണോ മ്യൂസിക് ആണോ? മ്യൂസിക് ആണ്. എത്ര ഇയർ ആയി പഠിക്കാൻ തുടങ്ങിയിട്ടാണ്? 1 year. 1 year ആയി. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ബൊമ്മക്കുലി ഫെസ്റ്റിന്? അതോ അത് ഫസ്റ്റ് ടൈം ആണോ? ഫസ്റ്റ് ടൈം ആണ്. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മുടെ ബൊമ്മക്കുലി ഫെസ്റ്റ് കാണുമ്പോൾ എന്താ പറയാനുള്ളത്? അതായത് വളരെ എക്സൈറ്റഡ് ആയിട്ടുണ്ട്. ഞാൻ ഇത്രയും അത് പ്രതീക്ഷിച്ചില്ല. പ്രോഗ്രാം തുടങ്ങി മോൻ്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇവിടെ എത്താൻ പറ്റിയത്. ബിക്കോസ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, ജോലി തിരക്കായിരുന്നു. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ, വെരി നൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ October 2 വരെ ഇവിടെ പ്രോഗ്രാം നടക്കണമെന്നാണ് സാർക്ക് അറിയാമെന്ന് വിശ്വസിക്കണം. അപ്പോൾ എല്ലാവരെയും വരാൻ മാക്സിമം ട്രൈ ചെയ്യാം. തീർച്ചയായിട്ടും. ഇന്നലെ വൈകിട്ട് ഞാൻ നോക്കിയിരുന്നു, ബട്ട് പറ്റിയില്ല. അപ്പോൾ മോൻ്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. എനിവേ ടുഡേ ഫുൾ ടൈം ഉണ്ടാവും. ടുമോറോ നോക്കാം. നാളെ. ഓക്കെ, അപ്പോൾ വെൽക്കം. താങ്ക് യു. താങ്ക് യു.